ആര്യ, നമ്മളിത് ആദ്യമായിട്ടല്ല അർജുൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ ഓരോ തവണ മുൻപ് വരുമ്പോഴും നമുക്ക് ഷിരൂരിൽ നിന്നും പ്രതീക്ഷയുടെ ഒരു ഫോൺ കോൾ വരും എന്ന അതിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു നമ്മളിവിടെ എല്ലാം ബാക്കി വെച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത യാത്രയിലാണ് അർജുനുള്ളത്. അർജുൻ്റെ ചേതനയേറ്റ ശരീരം ഇവിടേക്ക് എത്തുമ്പോൾ നാടൊന്നാകെ എങ്ങനെ അവന് യാത്രാമൊഴി നൽകുമെന്നറിയാതെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീട്ടിലേക്ക് ബന്ധുക്കളും മിത്രങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരും ഒക്കെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാം പ്രിയപ്പെട്ടവനായി അർജുൻ മാറി. നമ്മോടൊപ്പം പി കെ ഫിറോസ് ചേരുന്നുണ്ട്. അർജുൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു വേദനയാണ് കേരളത്തിന്, അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ 75 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമായി. അവസാനമായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. ഈ 75 ദിവസം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ട അതേ വേദനയിൽ. കാരണം ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പല ജില്ലകളിൽ നിന്ന് ദൂരദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ടു എന്ന ഒരു തോന്നലാണ് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായത്. അപ്പോൾ അവസാനം കണ്ടെത്തിയിരിക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായി. കാരണം അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവസാനത്തെ ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അത് സാധിച്ചു എന്നുള്ളൊരു ആശ്വാസത്തിലാണ് അവരുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ കൂട്ടായി ഒരു പരിശ്രമിച്ച് അവരൊറ്റക്കെട്ടായി കാത്തുനിന്ന് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും കർണാടകയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ മലയാളികൾ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പിന്നെ അതിനുവേണ്ടി കർണാടക സർക്കാരിൻ്റെ പരിശ്രമം അത് നമുക്ക് തീരെ വില കുറച്ച് കാണാൻ കഴിയില്ല. അത്രയേറെ കർണാടക സർക്കാർ ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ചു. കാർവാർ MLA പ്രത്യേകം സതീഷ് കൃഷ്ണ, അതുപോലെ നമ്മുടെ മഞ്ചേശ്വരം MLA KM അഷ്റഫ്, പിന്നെ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ഈശ്വർ മൽപ്പയെ പോലെയുള്ള നിരവധി ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പരിശ്രമം, ഒരു മൃതദേഹം കണ്ടെത്താൻ വേണ്ടി ഇത്രയും ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് നമുക്ക് ഈ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോൾ ഇനി അന്ത്യയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളൊരു ഉറപ്പ് കൊടുക്കുകയാണ് ഈ കുടുംബത്തിന്, നമ്മളെല്ലാം കൂടെയുണ്ട്. അർജുന് പകരം മറ്റാരും ആവില്ലെങ്കിൽ പോലും അർജുന് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കൂടി കൊടുക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ടാൽ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കും. ആ കുടുംബത്തിന് താങ്ങുന്ന, കാരണം അർജുനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അച്ഛനൊരു പരിക്ക് പറ്റി, പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കുടുംബത്തെ ഏറ്റെടുക്കാൻ വേണ്ടി പഠനം നിർത്തി, പിന്നീട് തൊഴിലുകളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് മറ്റൊരാൾക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടെ നിൽക്കുക. അപ്പോൾ ആ നിലക്ക് അർജുൻ്റെ കുടുംബം ഒറ്റക്കല്ല, എല്ലാവരും കൂടെയുണ്ട് എന്നുള്ളൊരു ചേർത്ത് നിർത്തൽ കൂടിയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത്. അതാണ് ഫിറോസ് പറഞ്ഞതാണ്, ഒരു ചേർത്ത് നിർത്തലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ അർജുൻ്റെ വീടിൻ്റെ മുൻപിൽ കാണുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അർജുനെ നേരിട്ട് കണ്ടവരല്ല. പക്ഷേ ഈ ദിവസങ്ങൾ കൊണ്ട്, ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇവരുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴൊക്കെയോ അർജുൻ ഒരു പ്രാർത്ഥനയായിട്ടും അല്ലെങ്കിൽ ഒരു നോവായിട്ടും അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുത്തുന്ന ഓർമ്മയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ ആ മൃതശരീരം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അനന്തമായി നീളുന്ന ഒരു കാത്തിരിപ്പിന് ഒരു വിരാമമാകുമല്ലോ എന്ന ഒരു ആശ്വാസമെങ്കിലും മലയാളത്തിന്, കേരളത്തിന് നിന്ന് കിട്ടിയത്. കാരണം ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞാലും ഒരിക്കലും ആ കാത്തിരിപ്പ് അവസാനിക്കില്ല ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവ് ബാക്കി ലഭിച്ചില്ലെങ്കിൽ. അപ്പോൾ എന്താണെങ്കിലും ആ തരത്തിൽ ഒരു അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരം അത് കുടുംബത്തിന് ലഭിച്ചു എന്നുള്ളത് ഈ ഒരു നാടിനെ സംബന്ധിച്ചും ആശ്വാസം ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഉചിതമായ ഒരു അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അവരുടെ മനസ്സിന് ഒരു ശാന്തി കിട്ടുന്ന, ആത്മാവിന് ശാന്തി കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്തു എന്ന കുടുംബത്തിനും ആശ്വസിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ലഭിച്ചു എന്ന വാർത്തയേക്കാൾ വലുതായിട്ട് മലയാളിയെ സംബന്ധിച്ച് മറ്റൊന്നും ആശ്വാസം നൽകുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ കേട്ടിരിക്കില്ല. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഈ കുടുംബത്തിനൊപ്പം തുണയായി നിന്നിരുന്ന ആളുകളൊക്കെ ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ എത്തുകയാണ്. ഇവിടെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് ദിവസത്തെ നീണ്ട പ്രാർത്ഥനകളും കാത്തിരിപ്പുകളൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരു അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യമാണ്.
തീർച്ചയായിട്ടും കഴിഞ്ഞ 75 ദിവസത്തെ ഒരു യാത്രക്ക് അവസാനമാവുകയാണ്. സന്തോഷം നൽകുന്ന വാർത്തയില്ലെങ്കിലും ഒരല്പസമാധാനം ആ കുടുംബത്തിന് ആ ഒരു ഭൗതിക ശരീരം വെച്ച് അന്ത്യകർമ്മങ്ങളും ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അർജുൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ മാത്രം വേദനയല്ലെന്ന്, കേരളത്തിൻ്റെ മൊത്തം വേദനയാണ്. ഓരോ വീടും ഇന്നിപ്പോൾ അർജുനൊക്കെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കുടുംബത്തോടൊപ്പമാണ്. അർജുനെ കാണാതായത് മുതൽ അങ്ങൊക്കെ എത്രമാത്രം സജീവമായിരുന്നു ഈ ഒരു പ്രവർത്തനങ്ങൾ എനിക്കറിയാവുന്നതാണ്. നമ്മൾ കാണുമ്പോഴൊക്കെ അവിടുത്തെ തെരച്ചിലിൻ്റെ കാര്യങ്ങളായിട്ടും എല്ലാം ഇപ്പോഴും അതിൻ്റെ മാത്രം തിരക്കിലായിരുന്നു. ഈ ഒരു നാടൊന്നാകെ നാടിൻ്റെ മകന് വേണ്ടി അന്വേഷിക്കുന്ന കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു നാടിൻ്റെ പുത്രൻ എന്ന് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 75 ദിവസം അത് ആ കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു ഞങ്ങളുടെ വേദന. ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അവസാനമായിട്ടൊരു നോക്ക് കാണാനെന്ന് പറയാനില്ലെങ്കിലും ആ ഭൗതിക ശരീരമെങ്കിലും എത്തിയല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഈ നാട്. സമയത്ത് സംസാരിക്കുന്നത് തന്നെ ഔചിത്യത്തിന് ചേരുന്നതല്ല, എങ്കിലും ഈ വേദനയിൽ നമ്മളും പങ്കുചേരുന്നു എന്ന് മാത്രമാണ്. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ വന്ന് ചേർന്നവർക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത് ഓരോ ഓർമ്മകളാണ്, വേദനകളാണ്. പക്ഷേ പലപ്പോഴും തൊണ്ടയിടറുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അത് അത്രമാത്രം ആത്മബന്ധം ഈ ഒരു വ്യക്തിയുമായിട്ട് ഉള്ളതുകൊണ്ടാണ് ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, സ്വാഭാവികമായിട്ടും അത്രയ്ക്കും വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ പലരും തൊണ്ടയിടറുകയും കണ്ണ് നിറയുകയൊക്കെ ചെയ്യും. ഈ ഒരു വാർത്ത അർജുനെ കാണാതായി അല്ലെങ്കിൽ അർജുൻ ആ ഉരുൾപൊട്ടലിൽ എവിടെയോ പെട്ടുപോയി എന്ന് അറിഞ്ഞത് മുതൽ ഒരു പ്രാർത്ഥനയും കാത്തിരിപ്പും പ്രയത്നവും ഒക്കെ ഈ നാട് മുഴുവൻ, ഈ നാടിനപ്പുറം അത് കേരളവും നമ്മളെ മലയാളികളെല്ലാം എവിടെയുള്ള മലയാളികളാണെങ്കിലും അർജുനെ കണ്ടെത്തിയോ അല്ലെങ്കിൽ അർജുന എന്തായി എന്നുള്ള ആ വാർത്ത അന്വേഷിക്കാതിരുന്നിട്ടില്ല ഇത്രയും ദിവസം. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു വിയോഗം നാടിനൊന്നാകെ വേദന നൽകിയതെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇന്നിപ്പോൾ ആ ഒരു കാത്തിരിപ്പ് അർജുൻ ഇനി ഒരിക്കലും തിരിച്ചെത്തില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണെങ്കിലും അർജുനെ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതെങ്കിലും ലഭിച്ചു എന്നുള്ളത് ആശ്വാസം നൽകുന്ന, കുടുംബത്തിനും ബന്ധുക്കൾക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യമാണ്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനസാഗരമാവുകയാണ് അർജുൻ്റെ വീടും പരിസരവുമൊക്കെ. വരും മണിക്കൂറുകളിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. കാരണം ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുന്ന വഴികളൊക്കെ ഇപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യം. അതാണ് അനുമോദ്, ഇത്തരത്തിൽ അർജുനെ നേരിട്ട് അറിയുന്ന ആളുകൾ മാത്രമല്ല, അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കില്ല അർജുനെ ഈ 72 ദിവസം കൊണ്ട് വാർത്തകളിലൂടെ അറിഞ്ഞ, അർജുനെ സ്വന്തം സഹോദരനെയും സ്വന്തം സുഹൃത്തുമൊക്കെയായി കണ്ട കേരളക്കരയിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും അവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങളും അത്തരത്തിൽ തന്നെയല്ലേ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്? തീർച്ചയായും ആളുകൾ ധാരാളമായിട്ട് എത്തും എന്നതുകൊണ്ട് തന്നെ അതെല്ലാം മുൻനിർത്തിയുള്ള ക്രമീകരണങ്ങളാണ് ചെറുപ്പി. നമ്മളപ്പം ACP ശ്രീ ഉമേഷ് സാറ് ചേരുന്നുണ്ട്. സാറ് ഇപ്പോൾ നാടൊന്നാകെ അർജുനെ യാത്ര അയക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ നമ്മൾ കണ്ണാടിക്കലിൽ ഇങ്ങോട്ടുള്ള വഴി ചെറിയലാണ്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകാതെ നോക്കുന്നുണ്ട്. ചെറിയ വീതി കുറഞ്ഞ റോഡാണ്. ഇപ്പോൾ നമ്മൾ പോലീസിന് എല്ലാ ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വന്ന് ഫ്രണ്ടിൽ കയറി പുറകിലോട്ട് പോകാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരക്കിനനുസരിച്ച് നമുക്ക് മറ്റു കരുതിയാണ് ഇവിടെ ചെയ്യും. പിന്നെ നാട്ടുകാർ സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ എല്ലാവരും നാട്ടുകാരൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെയാണുള്ളത്.
കർണാടിക്കൽ മുതൽ ഒരു വിലാപയാത്രയായിട്ടാണല്ലോ, എവിടെയെങ്കിലും കൂടുതൽ സമയം നിർത്തുക എന്തെങ്കിലും? പിന്നെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വേറെ ഒന്നുമില്ല. അവർ വിലാപയാത്രയായിട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട് വരും. കൂടെ എല്ലാവരും കൂടെ പ്രധാനപ്പെട്ട വ്യക്തികൾ മുഴുവൻ കൂടെ അനുഗമിക്കും എന്ന രീതിയിലേക്കാണ് ഉള്ളത്. 11 മണിയോടെ ആയിരിക്കും അല്ലേ? അത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ മുഴുവൻ ആൾക്കാരും കാണുന്നതിന് സംവിധാനം ചെയ്യാന്നുള്ളതാണ് ഇവിടെ പ്ലാനിങ് ഉള്ളത്. വീട്ടിൽ തന്നെ ക്രമീകരണം. അതാണ് ഇവിടുത്തെ ഒരു ക്രമീകരണങ്ങളെക്കുറിച്ച് ACP ശ്രീ ഉമേഷ് പങ്കുവച്ചത്. ഇവിടെ എത്തുന്നവർക്ക് കണ്ണാടിക്കൽ ഗ്രാമത്തിൻ്റെ ആ ജംഗ്ഷൻ മുതൽ ഇതുവരേക്കും നമുക്കറിയാം വളരെ ചെറിയ ഇടുങ്ങിയ വഴിയാണുള്ളത്. ഒരു വാഹനത്തിന് മാത്രം കടന്നു വരാൻ കഴിയുന്ന വഴിയാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും, ഈ ആംബുലൻസ് മാത്രമായിട്ടായിരിക്കും വരിക. ഇടയിലെല്ലാം നമ്മൾ വരുമ്പോഴൊക്കെ പലയിടങ്ങളിലും അർജുൻ്റെ ഫ്ലക്സ് എല്ലാം വെച്ച് അവിടെയെല്ലാം അർജുനെ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സംവിധാനം വേണം എന്ന സൂചകങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവിടെയൊക്കെ അല്പസമയം നിർത്തിയായിരിക്കും ഇവിടേക്ക് എത്തുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അർജുൻ്റെ വീടിൻ്റെ മുൻപിൽ തന്നെയാണ് ഈ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾക്ക് വന്ന് ഇതുവഴി തന്നെ കടന്നു പോകാനുള്ള സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് സംസ്കാരത്തിനുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്ര സമയം വരെ നീളും ഈ ഒരു ഇവിടുത്തെ ചടങ്ങുകൾ അല്ലെങ്കിൽ പൊതുദർശനമെന്നും പറയാനാകില്ല. കാരണം ഇത്രയും ദിവസമായി അർജുന് വേണ്ടി പ്രാർത്ഥിച്ചവരും കാത്തിരുന്നവരൊക്കെ ഒരുപക്ഷെ ഈ മൃതദേഹം വരുമ്പോൾ ആംബുലൻസിൻ്റെ കൂടെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ സമയം മുൻ നിശ്ചയിച്ചതിനൊക്കെ വൈകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇതുതന്നെയാണെങ്കിലും ഉച്ചയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. അനുമോദ്, നമുക്കറിയാം അത്രത്തോളം ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തും. അതുകൊണ്ട് തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം ഒരുപക്ഷെ പൊതുദർശനം കൃത്യസമയത്ത് അവസാനിപ്പിക്കാനോ സംസ്കാര ചടങ്ങിലേക്ക് കടക്കാനോ സാധിക്കില്ല എന്നുള്ളത്. എന്നിരുന്നാൽ പോലും വീട്ടുകാർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ ഒരു ഇത്ര സമയത്ത് ഇത്ര മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നുള്ളത്. അത് ഏത് തരത്തിലാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്? അതോടൊപ്പം അർജുന്റെ ഭൗതികദേഹം അത് വീട്ടിലേക്ക് എത്ര മണിയോടുകൂടി എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ, അതായത് 8 മണിയോടെ അർജുൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 മണിക്കൂറോളം നീളുന്ന സമയം പൊതുദർശനത്തിനുണ്ടാകും. 11 മണിയോടെ അന്ത്യകർമ്മങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 12 മണിക്ക് മുൻപായി ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നാണ് നിലവിലെ ഒരു ധാരണ എന്നാണ് അറിയാനാകുന്നത്. പക്ഷേ അതൊക്കെ ഈ സമയക്രമങ്ങളൊക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുവരെ വന്നതുപോലെ ആകില്ല. ആംബുലൻസിന് ഈ കണ്ണാടിക്കൽ കോഴിക്കോട് അതിർത്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ കാത്തു നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ മുമ്പിൽ അല്പസമയം നിർത്തി അല്ലെങ്കിൽ അവർക്ക് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സമയം നൽകിയേ ഇങ്ങോട്ട് എത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമയക്രമങ്ങളൊക്കെ നമുക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നിരുന്നാലും 8 മണിയോടെ അർജുൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കും. 3 മണിക്കൂറോളം സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതും നീണ്ടു പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാനാകും. എന്നിരുന്നാൽ തന്നെയും ഉച്ചയോടെ ഈ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഉള്ളത്. എന്താണെങ്കിലും ആളുകളുടെ ഒരു വലിയ പ്രവാഹമാണ് ഈ വീട്ടിലേക്ക് ഈ സമയത്തൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആളുകൾ കൂടുതൽ വരുന്നതനുസരിച്ച് ഈ ഒരു പൊതുദർശനത്തിൻ്റെ ആ സമയം അത് ദീർഘിപ്പിക്കാനുള്ള വൈകാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. തീർച്ചയായും.